വളരെ ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കുടുംബ ചിത്രം എന്ന നിലയിൽ തുടങ്ങി പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള വഴിയിലൂടെയുള്ള ഒരു ത്രില്ലിംഗ് വിന്റേജ് കാർ റൈഡാണ് തുടരും. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ ഒരു പടം കംപ്ലീറ്റ് സംതൃപ്തിയോടെ തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങുന്നത്. ഒറ്റ വാക്കിൽ ഒരു കിടിലൻ ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് തുടരും. ഇനി ഇതിങ്ങനെ തുടരട്ടെ. വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള കഥാപരിസരം, പടം മുഴുവൻ സ്വന്തം തോളിൽ ഏറ്റുവാങ്ങുന്ന ലാലേട്ടന്റെ ഷൺമുഖൻ എന്ന കിടിലൻ ക്യാരക്ടർ, അതിശക്തരായ വെറുപ്പിക്കുന്ന വില്ലന്മാർ, നല്ല ആക്ഷൻ സീക്വൻസുകൾ, ജേക്സ് ബിജോയുടെ കിടിലൻ BGM, ഒപ്പം തരുൺ മൂർത്തിയുടെ മികവുറ്റ സംവിധാനം, ഇതെല്ലാം തുടരുമിന്റെ സ്ട്രോങ് പോസിറ്റീവ്സ് തന്നെയാണ്. ഒപ്പം കൃത്യമായിട്ട് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമോഷണൽ കണക്ഷന്റെ അടിത്തറയും സ്ട്രോങ് ആണ്. ഇത് കഥയും കഥാപാത്രങ്ങളും നമ്മുടെ സ്വന്തം ആൾക്കാരാണെന്ന് അവർക്കുണ്ടാകുന്ന സംഭവമാണെന്ന് ഒരു ഫീല് നൽകി സിനിമയിൽ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്താൻ സഹായിച്ചിട്ടുമുണ്ട്. പ്രേക്ഷകർ ഏറ്റവും അധികം ആഗ്രഹിച്ച രീതിയിൽ മോഹൻലാലിനെ അവതരിപ്പിച്ചതാണ് പടത്തിന്റെ പ്ലസ് പോയിന്റ്. പഴയ ഒരു വിന്റേജ് ലാലേട്ടന്റെ കുസൃതിയും തമാശയും, ശോഭനയോടും മക്കളോടും കൂടെയുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, അതേസമയം ഇമോഷണൽ ആയിട്ടുള്ള ചിലപ്പോൾ ദുർബലനായി പോകുന്ന ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഫാൻസിനെ രോമാഞ്ചം കൊള്ളിക്കുന്ന ദ എൽ സുപ്രീമസി, അദ്ദേഹത്തിന്റെ ഒരു രൗദ്രഭാവം, അദ്ദേഹത്തിന്റെ ഒരു കംപ്ലീറ്റ് വൺ മാൻ ഷോ ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ശോഭനയുടെ ലളിതയും ഒട്ടും മോശമല്ല, ലളിതവും അല്ല. പ്രകാശ് വർമ്മ ആർട്ട് ഫിലിം ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹമാണ് CI ജോർജ് മാത്തനായിട്ട് വന്നിരിക്കുന്നത്. കിഡു ആയിരുന്നു പുള്ളി, കിഡു പെർഫോമൻസ്. ടെക്നിക്കൽ സൈഡിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കിഡു സൗണ്ട് ഡിസൈനും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആണ്. ജേക്സ് ബിജോയ് അന്യായ പണിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. സോ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്റർ നോക്കി കാണുക. ത്രില്ലർ പ്രേമികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രതീക്ഷ കൂടിയാണ്. ഇനി അങ്ങോട്ട് മികച്ച തിരക്കഥയുള്ള നല്ല സിനിമകളുമായി മോഹൻലാൽ തുടരും എന്ന പ്രതീക്ഷ തുടരട്ടെ.